ജെ കെ ഓക്കെ. അപ്പോൾ സോറി, നമ്മൾ മിക്സ് ചെയ്ത് പറയാം എന്ന് തോന്നുന്നു. ഹായ് ഭരത്. നമ്മളിപ്പോൾ മെയിനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, നമ്മുടെ ഒരു ഷോർട്ട് ഫിലിം നാളെ റിലീസാവുന്നുണ്ട്, ബേബി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേബി എന്നുള്ള പേരിൽ തന്നെ കുറച്ച് കൺഫ്യൂഷൻ കുറച്ച് ആൾക്കാർക്ക് ഉണ്ടായി. കാരണം ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാനിപ്പോൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി എന്ന പോസ്റ്റർ ഷെയർ ചെയ്യുന്നു, എൻ്റെ തൊട്ട് പുറകെ ബേബി പോസ്റ്റർ ഷെയർ ചെയ്യുന്നതെല്ലാം കൂടെ കുറേ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അതുമായിട്ട് ബന്ധമില്ല, ഇത് ഒരു സിനിമയല്ല. ബട്ട് നമ്മളെ സംബന്ധിച്ച് അതൊരു സിനിമയാണ്. സിനിമ പോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ തട്ടിക്കൂട്ടി എടുത്തൊരു പരിപാടിയാണ്. ബേബി എന്നുള്ളൊരു എന്താ പറയുക, ടൈറ്റിൽ ക്യാരക്ടറാണ് ഞാനിതിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ട്രെയിലർ ഒരു കണ്ടവർ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ബ്രൊമാൻസ് കണ്ടിട്ട് വന്നേ ഉള്ളൂ. ഷിൻഡോന്നാ, താങ്ക് യു. അപ്പോൾ ട്രെയിലർ ഞങ്ങൾ ഇന്നലെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രെയിലറിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് ആൾക്കാർ ട്രെയിലർ കണ്ടിട്ട്, അമരൻ 100 ഡേ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് പോകാൻ പറ്റിയില്ല, ബ്രൊമാൻസിൻ്റെ റിലീസായിരുന്നു. ഓക്കെ, അപ്പോൾ ട്രെയിലർ കണ്ടിട്ട് ഒരുപാട് പേര് നല്ല റെസ്പോൺസ് തന്നു നമുക്ക്. ശരിക്കും നമ്മൾ തീരെ എക്സ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ, ഇപ്പോൾ ലിജോ ജോസ് സാറൊക്കെ കണ്ടിട്ട് അനന്തനെ വിളിച്ച്, അനന്തനാണ് ഇതിൻ്റെ ഡയറക്ടർ, അനന്തൻ GT എന്നാണ് പേര്. അനന്തനെ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ടൊരു 4-5 വർഷമായിട്ട് അറിയാം. പറഞ്ഞ പോലെ അവനും ട്രിവാൻഡ്രമാണ്, എൻ്റെ സ്ഥലം ട്രിവാൻഡ്രമാണ്, ഞാൻ കൊച്ചിയിലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. അപ്പോൾ അനന്തൻ ഇതുപോലെ അവരുടെ ഒരു ട്രിവാൻഡ്രത്തുള്ളൊരു അവരുടെ കുറച്ച് ഫ്രണ്ട്സായിട്ടുള്ളൊരു വർക്ക് കണ്ടിട്ടാണ് ഞാൻ ആദ്യം അവനെ മെസ്സേജ് അയക്കുന്നത്. അപ്പോൾ അവൻ ഇങ്ങനെ പറഞ്ഞു, പ്രിയദർശൻ സാറിൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ ആ സമയത്ത് ഇനി ഞാൻ വേറെ സിനിമയൊന്നും അങ്ങനെ വലുതായിട്ട് ചെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ എൻ്റെ മനസ്സിൽ ലഡ്ഡു കൂട്ടി, അവനെ കമ്പനി അടിച്ചാൽ പ്രിയൻ സാറിൻ്റെ ഏതെങ്കിലും പടത്തിൽ എന്തെങ്കിലും ചെറിയ റോളൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടങ്ങിയൊരു ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷെ പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ രണ്ടുപേരും ഈക്വലി ഒരേ ലൈനിൽ സഞ്ചരിക്കുന്ന ഒരേപോലത്തെ ടേസ്റ്റുകളുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യും. അവൻ ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ നടക്കുന്ന ഒരാളാണ്. ഞാൻ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സിനിമയിൽ നല്ല റോള് ചെയ്യണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളാണ്, ആയിരുന്നു. പിന്നെയാണ് പ്രേമിലൊക്കെ വന്നത്. അപ്പം അങ്ങനെ ആ ഒരു ജേണി കുറച്ച് 4-5 വർഷമായിട്ട് നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ അവനാണ് ഇങ്ങനെ ഒരു ഷോർട്ട് ഫിലിം നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു. കാരണം അവനൊരു ഫിലിമിനുള്ള സ്ക്രിപ്റ്റ് തന്നെ ആണത്. പക്ഷെ ആദ്യം ഒരു ഷോർട്ട് ഫിലിമാക്കി ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അപ്രോച്ച് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കുമല്ലോ. അങ്ങനെ നമ്മളത് പ്ലാൻ ചെയ്തൊരു സാധനമാണ്. കുറേ നാൾ പ്ലാൻ ചെയ്തു, പക്ഷെ അത് ഷൂട്ട് നമ്മൾ ചെയ്തത് ശരിക്കും പ്രേമലുവിൻ്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ പ്രേമലു റിലീസ് ആയപ്പോഴേക്കും പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം ആൾക്കാർ എന്നെ തിരിച്ചറിയാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു കോൺഫിഡൻസ് ആയി. മറ്റേ നമ്മൾ ആർക്കും അറിയാത്തൊരു ഷോർട്ട് ഫിലിമിൽ ആരും അറിയാത്ത ആൾക്കാരെ വെച്ച് എടുക്കുന്നതിനെക്കാട്ടിലും അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെയൊക്കെ മുഖം കണ്ടിട്ടെങ്കിലും കാണുമല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ പ്രേമലു കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ട്രെയിലറിൽ കാണുന്ന പോലെ കുറേ ആൾക്കാർ ചോദിച്ചു, മാർക്കോ ലൈറ്റാണോ, ശ്യാമേട്ടൻ്റെ മാർക്കോ ആണോ എന്നൊക്കെ ചോദിച്ചു. അല്ല, അതിനകത്ത് കുറച്ച് ഈ പറഞ്ഞ പോലെ വയലന്റ് ഏരിയാസ് ഉണ്ട്. പക്ഷെ അത് മൊത്തത്തിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു വയലൻസ് ഷോർട്ട് ഫിലിമൊന്നും അല്ല. അതിലൊരു പോയിന്റിൽ അങ്ങനെ കുറേ സംഭവങ്ങളുള്ളതാണ്. ഇതൊരു കുറച്ച് ഫാൻറ്റസി എലമെന്റ്സ് ഒക്കെ ഉള്ളൊരു സ്റ്റോറിയാണ്. സെൻട്രൽ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉള്ള, ഹായ് സുക്കു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ, ഹായ് ധനുഷ്, ഉള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് നാളെയാണ് റിലീസാവുന്നത്. എന്താ പറയുക, നമ്മുടെ ഒരു ഡ്രീമിലോട്ടുള്ള ഒരു ഇതും കൂടെയാണ്. താരാവോ സിത്താര, സായി താര. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാനും അനന്തനും ഒക്കെ അങ്ങനെ ഒരുമിച്ച് നമ്മൾ സിനിമയിൽ നമുക്ക് ഒരുമിച്ച് പടങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു ഇതിൽ നിന്ന് അപ്പം ആദ്യം എനിക്ക് കുറച്ച് ഇത് കിട്ടി. ആക്ച്വലി അവനാണ് ആദ്യം സിനിമയിൽ വന്നതെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ഒരു ഈ പറഞ്ഞ പോലെ ഒരു പ്രേമലു പോലൊരു പടം വന്നതിന് ശേഷം കുറച്ചുകൂടെ ഒരു സ്പേസ് പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഇനിയും ഇതുപോലെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ഈ സ്പേസിലോട്ട് വരണമെന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ ഇതിലെ ബാക്കിയുള്ള ആൾക്കാർ നോക്കിയാലും നമ്മുടെ ജിജോ ഉണ്ട്, പൊന്മുട്ട കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം. ജിജോയും ഞാനും ഒക്കെയാണ് ഒരുമിച്ച് ആക്ടിങ് തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ജിജോ ഉണ്ട്, കണ്ണൻ ചേട്ടനുണ്ട്, ഇപ്പോൾ മുറ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നല്ല അടിപൊളി റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അരവിന്ദുണ്ട്, നമ്മുടെ മധുര മനോരമത്തിലെ കലിപ്പൻ. പിന്നെ ശ്രീരംഗം എന്ന് പറയുന്ന പയ്യനാണ് എൻ്റെ കുട്ടിക്കാലം ചെയ്തേക്കുന്നത്. ശ്രീരംഗ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്നുള്ള സിനിമയിലെ നായകനാണ്. ഞാനിതുവരെ നായകനായിട്ടില്ല, ഓൾറെഡി നായകനാണ്. അപ്പോൾ അങ്ങനെ അത്യാവശ്യം നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത്.
നീ പറഞ്ഞ പോലെ നമുക്ക് ഇതൊരു സിനിമയ്ക്കുള്ള ഒരു ഫുൾ ലെങ്ത് സ്റ്റോറി തന്നെയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബേസിക്, നമ്മളത് അതിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറയുന്നുള്ളൂ. ഫുൾ സിനിമയ്ക്കുള്ള ഒരു സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേബി എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ നാളെയാണത് സൈന മൂവീസിലാണ് റിലീസ് ചെയ്യുന്നത്, നാളെ വൈകിട്ട് 5 മണിക്ക്. അപ്പോൾ എല്ലാവരും കാണാൻ നോക്കുക. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പോൾ ഇതിൽ ബാക്കി വർക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും DOP അനൂപ് ശൈലജ എന്ന് പറയുന്ന അനൂപ് ബ്രോ ആണ് നമ്മുടെ പേരല്ലൂർ പ്രീമിയർ ലീഗ് എന്നുള്ള സീരീസിൻ്റെ ഒക്കെ ക്യാമറാമാനാണ് ആള്. എന്നാൽ പ്രൊഡക്ഷൻ അനന്തനും അവൻ്റെ കുടുംബവും. പിന്നെ ഒരു ചീഫ് അസോസിയേറ്റ് എന്ന് പറയുന്ന കൈലാഷ് ബ്രോ ആണ്. എഡിറ്ററും കൈലാഷ് ബ്രോ തന്നെയാണ്. കൈലാഷ് ബ്രോ ഈ പറഞ്ഞ പോലെ സ്ഥാനത്ത് സീക്വട്ടനിലൊക്കെ എഡിറ്ററായിട്ട് വർക്ക് ചെയ്ത ആളാണ്. അങ്ങനെ ഒരു അത്യാവശ്യം സിനിമയിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളൊരു ടീം തന്നെയാണ്. അപ്പോൾ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചായിരുന്നു, ഭയങ്കര സിനിമാറ്റിക് എലമെൻറ്റ്സ് ഉള്ളൊരു സംഭവമാണല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളത് സിനിമ പോലെ തന്നെയാണ് ട്രീറ്റ് ചെയ്തേക്കുന്നത്, നമ്മുടെ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട്. അപ്പോൾ എന്തായാലും നാളെ റിലീസാവും, കാണുക മാക്സിമം. കണ്ടിഷ്ടപ്പെട്ടാൽ നിങ്ങളും അത് മാക്സിമം ഷെയർ ചെയ്യുക. ഞാനൊരു ലൈവൊക്കെ വന്നിട്ട് ഒരുപാട് വർഷമായി. പണ്ടൊക്കെ സ്ഥിരമായിട്ട് ലൈവ് വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. ഇനി കുറച്ച് ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ആൾക്കാർ വയലൻ്റ് ആവും. ഹായ് ധ്യാന, ഹായ് കൃഷ്ണപ്രിയങ്കാനിഘാട്ട്, ഹായ് ഭവിഷ് ബ്രോ, ഡിഡ് യു eat? No, I'm going to eat. ഹായ് ദേവൻ, ഹായ് ഷഫീർ, ഹായ് അദിതി, ഹായ് ഭവേഷ്. ബേബി അടിപൊളിയാവട്ടെ, താങ്ക് യു. ഹായ് സൗമ്യ, ഹായ് രായൻ, ഡെവിൾ ഓഫ് മൈ വേൾഡ് ബ്രോ, ഐ കനോട്ട് റീഡ് തെലുഗു. ഹായ് അരുന്ധതി, ഹായ് അരുന്ധതി നമ്മുടെ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. അമ്മു, ഷെഫി, സുഖമാണ് ഷെഫി. ഹായ് റിജാസ് കബീർ, ഹായ് ഐ ലവ്ഡ് ബ്രൊമാൻസ്. താങ്ക് യു സോ മച്ച്. ബ്രൊമാൻസ് ഈ പറഞ്ഞ പോലെ നമുക്കൊരുപാട് ഭയങ്കരമായിട്ട് അപ്രിസിയേഷൻസ് കിട്ടുന്നുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. എന്താ പറയുക, പേഴ്സണലി അതിൽ സംഗീതത്തിന് ഏറ്റവും അധികം ആൾക്കാർ അപ്രീഷിയേറ്റ് ചെയ്ത സംഗീതനാണ്. അതിൽ നമുക്ക് ഏറ്റവും സന്തോഷമുള്ള നമുക്കാണ്. കാരണം ആ സിനിമയിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായ സമയത്ത് നമുക്ക് ഏറ്റവും അധികം ടെൻഷൻ ഉണ്ടാക്കിയത് അവനായിരുന്നു അത് മെയിനായിട്ട് അത് അഫക്റ്റ് ചെയ്തത്. അപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് ഏറ്റവും അധികം അപ്രിസിയേഷൻ അവന് കിട്ടുമ്പോൾ അത്രയും സന്തോഷം നമുക്കുണ്ട്. അങ്ങനെ ഒരു ഇതാണ് നമ്മൾ. ദാറ്റ്സ് കന്നഡ. ഓക്കെ, സോറി. ഹായ് രായൻ, ഹായ് സനൽ, ജാസിം, ഹായ് ബ്രോ. സുഖമാണോ ചേട്ടാ? സുഖമാണ്. ഐ വാച്ച് 3 times ഇൻ തിയേറ്റർ. താങ്ക് യു. വിച്ച് പ്രേമലു? ഹായ് നിഖിൽ, ഹായ് ആൻഡ് മേരി. ഓക്കെ, യു ആർ ഫ്രം ചെന്നൈ. ഓക്കെ. ഹലോ ഗോപകുമാർ ചേട്ടാ. ഹായ് ബ്രോ. മുസാമില്ലേ? പ്രേമലു 2 റിലീസ് ഡേറ്റ്. Premelu 2 we are going to shoot in June, July. Shooting not started yet, so we don't know the release date yet. We are also waiting. Hello Bindi, hello Ashwati, hello Swapna Robin. Hi bro. Fan from Tamil Nadu. Can you tell more about your character in Baby? Yeah. ഒരുപാട് പറയാൻ ആക്ച്വലി കനോട്ട് റിവീൽ സോ മച്ച് അബൌട്ട് ബേബി ക്യാരക്ടർ. ഇഫ് യു ഹാവ് സീൻ ദ ട്രെയിലർ യു മേ നോ ദർ ഈസ് സം തിങ്സ് ഹാപ്പനിങ് അറൌണ്ട് ബേബി. someone is capturing him, beating him, then he is like reacting to that situation. So yeah, there is something. We have a suspense in that film, so I think you will see tomorrow. Waiting for Premelu. Yeah, me too. ഹായ് ബസേലിയസ് കോളേജ് വന്നപ്പോൾ കണ്ടു. ഹായ് ക്ലാസിക് ഫ്ലിക്ക്. ഹായ് ബ്രോ. ഫേവറേറ്റ് ഹീറോ ഇൻ തെലുഗു? അല്ലു അർജുൻ. നമ്മൾ കൊച്ചി PVRന്റെ വാഷ്റൂമിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അയ്യോ, പരിചയപ്പെടാൻ പറ്റിയ സ്ഥലം. ഹായ് ശ്രീറാം. ഓക്കെ, ഹായ് ചേട്ടാ. the person who drawn many portraits from Premelu movie and sent to you and Gobika ma'am. Okay, thank you bro, thank you. JK, just kidding. Premelu 2-ൽ ഒരു ഡയലോഗ് പറയൂ എനിക്ക് വേണ്ടി. Can you tell എടാ മോനെ? ബ്രോ
ഹായ് ബ്രോ, പ്രേമലു ലവർ. ഇജ്ജ് മുത്താണ് മുത്ത്. ആര്യ പ്രേമലു ഏറ്റവും അധികം തവണ കണ്ട ഒരാളാണ്. ഹായ് ഹായ്. പ്രേമലു ഷൂട്ട് ജൂൺ ജൂലൈ ആവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. പടം പൊളിച്ചു, താങ്ക് യു. ഹായ് വാമിക. ബ്രോ ഷൂട്ടിംഗ് ലുക്കിംഗ് സോ ഹാപ്പി. ഓക്കെ, താങ്ക് യു. ഹായ് റെയ്സ്, സുഖം. ഹായ്, ആർ യു വെയിറ്റിംഗ് ഫോർ എംപുരാൻ? യെസ് യെസ് യെസ്, ഐ എം വെയിറ്റിംഗ് ഫോർ എംപുരാൻ. ഷൂട്ട് എവിടെയാണ്? പ്രേമിലാണോ അത്? ഷൂട്ട് എവിടെയാണ് ആക്ച്വലി? അത് ഉണ്ട്, കുറേ സ്ഥലങ്ങളുണ്ട്, പറയാൻ പറ്റില്ല. ലക്ഷറി ഗൗതം, ഹായ് ബ്രോ, ഐ ലവ് യു ടു. വിച്ച് മൂവി യു ഡൂയിങ് ഇൻ ഹൈദരാബാദ്? It's a Telugu movie. I cannot reveal more about the movie actually because they haven't announced anything yet. But I'm like, this is a very different character for me. It's like a lifetime experience. So we have finished the first schedule in Thrissur and this is the second schedule in Hyderabad, Ramoji. So yeah. My DP seeing Sunny Yadav. Hi Sunny, hi. Hello Chippy. Pravita, hi. പ്രേമലു 2, ഇത് ഓരോ 5 മിനിറ്റിലും പ്രേമലു 2 എപ്പോൾ വരും? And actually thank you so much for the love you guys showering upon us for Premalu. It's like last Premalu just completed 1 year and I'm shooting for a Telugu movie in Hyderabad. Actually we planned to shoot some sequence in Ramoji last year for Premalu, but the budget was too high for us, so we couldn't get into Ramoji. We were all disappointed, but after 1 year I'm shooting a Telugu movie in Ramoji, so I'm so happy. Hi Adarsh, hi. Request accept. What request? Hi, how are you? Hi JK bro. പ്രേമലു ആവേശം ക്രോസ് ഓവർ ഉണ്ടോ? എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ? എല്ലാം ഓക്കെ അല്ലേ സുജിത്തെ? എല്ലാം ഓക്കെയാണ്. എപ്പോഴാണ് വരുന്നത് ഇങ്ങോട്ട്? എനിക്ക് ഹായ് തന്നില്ലേ കോക്കാച്ചി പിടിക്കട്ടെ. കുഞ്ഞാവ. സുമേഷ് ഗൗരി, മൂവീസ് എല്ലാം കാണുന്നുണ്ട് കേട്ടോ, കീപ് ഗോയിങ്. താങ്ക് യു ചിപ്പി. ഹായ് അമീർ ബ്രോ. ചോറ് കഴിച്ചില്ല, ചോറ് കഴിക്കണം. നീ മറന്നു ഒരുമിച്ച് നടന്നതും കൂടിയതുമൊക്കെ. കൂടെ ഉണ്ടായിരുന്നവരെ ഞാൻ മറന്നിട്ടില്ല ബ്രോ, കൂടെ ഉണ്ടായിരുന്നവരെ ആരെയും മറന്നിട്ടില്ല. പ്രത്യേക സാഹചര്യങ്ങളിൽ കൂടാം എന്ന് പറഞ്ഞു വരുന്നവരെ ഞാൻ മറക്കും. ഓക്കെ. ഹായ് സൊല്ലുങ്ക അണ്ണ. ഹായ് ബ്രോ ലെനിൻ ബ്രോ. JK പറയൂ. JK കോളേജിലൊക്കെ പോയിട്ട് JK പറഞ്ഞിട്ടേ ഇതിൻ്റെ. ഹായ് ചേട്ടാ. ഹായ് മിന്നൽ മുരളിയാ എൻ്റെ അമ്മേ. സുഖമാണ് ശ്രീകുട്ട, സുഖമാണ്. ഹലോ, എവിടെയാണ്? ഞാൻ ഹൈദരാബാദിലാണ്. അപ്പോൾ കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. എനിക്ക് ആരെയും ഇങ്ങോട്ട് പരിചയമില്ലാത്ത കാരണം കുറേ ഉണ്ട് കേട്ടോ. Yes, 2 words about hipster. Do you know him? Yeah, I saw his performance in Premalu. He was really good. Sorry. Avesham. He was really good. Hi Vishnu, Karthik. നമ്മളെയൊക്കെ മാനിട്ട് ചെയ്യുമോ ബ്രോ? മാനിട്ടോ? അതെന്താണ് നോക്കിയിട്ട് പറയട്ടോ. മാനിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. ഹലോ, എന്താ പേര്? വിളിക്കൂ. മയൂഖ്. മാർച്ച് 1 കാണാം. ആനന്ദ്, സുഖമാണ്. JK, ഹാപ്പി ടു സീ യു ഇൻ മൂവീസ്. താങ്ക് യു സോ മച്ച്. വി ആർ ന്യൂ ഫ്രണ്ട്സ്. നിഷ രാജേഷ്. ഓക്കെ, ഹായ്. നല്ല ടീഷർട്ട് എനിക്ക് തരൂ പ്രസാദേ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്.
ബേബി നാളെ മലയാളത്തിൽ പറഞ്ഞ് ബാക്കിയുള്ളവർക്ക് വേണ്ടി. സോ വൺ ഓഫ് അവർ ഷോർട്ട് ഫിലിംസ് ഗെറ്റിംഗ് റിലീസ് ടുമോറോ ഓൺ സൈന മൂവീസ് യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് നെയിം ഇസ് ബേബി. ഐ ആം ഡൂയിങ് ദ ടൈറ്റിൽ ക്യാരക്ടർ. സോ ആക്ച്വലി ഇതും കൂടെ പറയണം. ഇപ്പോൾ കുറേ ആൾക്കാർ ഇങ്ങനെ എന്നോട് ചോദിച്ചു, പ്രേമിലൊക്കെ വന്നതിന് ശേഷം എന്തിനാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തതെന്ന് ചോദിച്ചായിരുന്നു. കാരണം നമ്മളെല്ലാവരും ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന പിന്നെ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അത് തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നമ്മളിതൊരു ഷോർട്ട് ഫിലിമായിട്ട് വെറുതെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തൊരു വർക്കല്ല. നമ്മളൊരു സിനിമ എന്നുള്ളൊരു ഡ്രീമായിട്ട് നടന്ന സമയത്ത് പ്ലാൻ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഒരു വലിയ സിനിമയ്ക്ക് മുമ്പ് ഒരു ചെറിയ സിനിമയായിട്ട് നമ്മൾ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ, എന്തൊക്കെയാണ് ഇതിൽ എന്തെങ്കിലും പോരായ്മ തോന്നിയോ, എന്തൊക്കെ ബെറ്റർ ആക്കാം, ഞാൻ എന്തൊക്കെ ബെറ്റർ ആക്കണം, ഇതൊക്കെ നാളെ കണ്ടിട്ട് ഞങ്ങളോട് പറയുക. ഈ പറഞ്ഞ പോലെ അനന്തൻ GT എന്ന് പറയുന്ന പുള്ളി പ്രിയദർശൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആളാണ്. പ്രിയദർശൻ സാറിൻ്റെ കുറച്ച് പടങ്ങളിലൊക്കെ വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവൻ്റെ ആ ഒരു വർക്കിൽ ആ ഒരു ക്വാളിറ്റി എനിക്ക് ഉണ്ടെന്നുള്ള ട്രസ്റ്റ് ഉള്ളത് കൂടെ കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ പ്രേമല് കഴിഞ്ഞിട്ടും വേണമെങ്കിൽ എനിക്ക് മാറിക്കൂടായിരുന്നോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയല്ല, ഈ പറഞ്ഞ പോലെ നമുക്കത് നമ്മുടെ ഒരു വർക്കായിട്ട് തന്നെ ചെയ്തതാണ്. പിന്നെ ഫൈനൽ ഔട്ട് കണ്ടപ്പോൾ എനിക്കും അത് വെറുതെ ആയില്ല എന്ന് നമുക്ക് തോന്നി അങ്ങനെ ഒരു വർക്ക് ചെയ്തത്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് എല്ലാവരും കണ്ടിട്ട് പറയുക. അപ്പോൾ അതെ, യെസ്, ഹാപ്പി മഹാശിവരാത്രി. യെസ്, എക്സാക്ട്ലി. നമുക്കിന്ന് ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നില്ല, അവധിയാണ്. ഹായ് ഓൾ. Thanks to all the fans from Tamil Nadu and Hyderabad, from everywhere. I actually get a lot of message even from West Bengal, Odisha and all, saying that you all guys loved Premalu. So thank you so much. It's a small Malayalam film and we never expected the movie would go this wide, and we'll be doing a second part, and all these people will give us so much love. Even when I go out here in Hyderabad, Telugu people will come and talk to me about Premalu. So that's a blessing for upcoming actors like us. So thank you so much for this love. Okay, hi Midu T. hi. നമ്മുടെ ആവേശത്തിലെ മച്ചാനാണത്, കുട്ടി. അപ്പോൾ यू नो हिंदी? यस, हाँ भाई, मैं एक्चुअली मुंबई में था 5 साल, तो हिंदी भी बोल लेता हूँ थोड़ा ठीक ठाक. 5 साल काम किया मुंबई में. ओके, तो थैंक यू चट्टा. अरुण मोहन, हाय आदि. ओ, आई एम फ्रॉम ओडिशा. हाय अर्चना. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. ബേബി ട്രെയിലർ കിടു. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതൊക്കെയാണ്. സോ പ്ലീസ് വാച്ച് ബേബി ടുമോറോ 5 PM ഓൺ സൈന മൂവീസ് യൂട്യൂബ് ചാനൽ, ആൻഡ് പ്ലീസ് ലെറ്റ് us know what you guys think. Please send your whatever responses, opinions about this little movie we made. Please send me and Anandan, on every artist, whoever you know. നിങ്ങളുടെ റെസ്പോൺസും റിപ്ലൈയും എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അയയ്ക്കുക. എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്താണ് എന്നൊക്കെയുള്ള അയയ്ക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. എനിക്ക് വിശക്കാൻ തുടങ്ങി. ഐ എം ഹംഗ്രി ആക്ച്വലി, സോ ഐ എം ഗോയിങ്. ഹലോ സാന്ദ്ര, ഫുൾ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച്. സപ്പോർട്ട് ചെയ്യുക. പറഞ്ഞ പോലെ ഞാനീ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിംസും യൂട്യൂബൊക്കെ ചെയ്തിട്ട് തന്നെയാണ് പ്രേമലു പോലൊരു സിനിമയിൽ എത്തിയത്. സോ യു ഹാവ് ടു സപ്പോർട്ട് ബഡ്ഡിങ് ആർട്ടിസ്റ്റ്, ഓൾ ദീസ് talented ones you have to support. So yeah, thank you so much. Baby trailer is too good. Thank you. Premalu acting, thank you so much Dharini. All the best. thank you. നെയിം ഒന്ന് പറയാമോ? നീരൂസ്. ഹായ് നീരൂസ്. എനിക്ക് ഒരുപാട് ഐ ആം ഗെറ്റിംഗ് സോ മച്ച് calls to join this live, but actually I don't have much time. That's what I will do it. We will do it different day. Okay, some other day we will collab and we'll talk. Okay. Recently I watched Game Changer in Telugu. Premalu Avesham Rosa. Hi Ami. അപ്പോൾ ഓക്കെ, ബൈ. താങ്ക് യു സോ മച്ച്. സഹിച്ചതിന് നന്ദി. താങ്ക് യു ഫോർ ബെയറിങ് മീ. അപ്പോൾ പ്ലീസ് വാച്ച് ബേബി ടുമോറോ 5 PM ഓൺ സൈന മൂവീസ് ആൻഡ് ലെറ്റ് us know what you think. താങ്ക് യു സോ മച്ച്. ബൈ.